ചുനക്കര മഹാദേവന്റെ മണ്ണിൽ നന്ദഗോവിന്ദം ഭജൻസ് എത്തിയപ്പോൾ അവിടെ മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി. നമ്മളെല്ലാം കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാഴ്ചയായിരുന്നു അത്. ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. ഈ പാട്ട് ഏത് പാടാനറിയാത്തവരും പാടി തുടങ്ങിയ ഒരു പാട്ടാണ്. നമ്മളെ ഒരു പ്രത്യേക മൂഡിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പാട്ട്. ഈ പാട്ട് നമ്മൾ കേട്ടത് നന്ദഗോവിന്ദം ഭജൻസിലൂടെയാണ്. എന്നാൽ ഈ ഒരു പാട്ട് പിറന്നിട്ട് ഏതാണ്ട് 20 വർഷമായെന്നാണ് പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ബാബു നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പാട്ട് എഴുതിയത്. എഴുതിയത് മാത്രമല്ല, സംഗീതവും ചെയ്തത് അദ്ദേഹമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. വള്ളികുന്നം പടയണിവട്ടം ദേവി ക്ഷേത്രത്തിലെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഇറക്കിയ ദേവി സ്തുതികളിൽ ഒരു പാട്ടാണത്രേ ഈ ഒരു പാട്ട്. എന്തായാലും ചുനക്കരയുടെ മണ്ണിൽ നന്ദഗോവിന്ദം ഭജൻസ് വന്നപ്പോൾ അതിന്റെ സംഘാടകർ, തെക്കുമുറി പ്രവാസി കൂട്ടായ്മ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ സംഘാടകർ കാണികളുടെ കൂട്ടത്തിലിരുന്ന ഈ ബാബു നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം ആ നന്ദഗോവിന്ദത്തിന്റെ അവരോടൊപ്പം ദാരികന്റെ ശിരസ് കൊയ്ത ആ പാട്ടൊന്ന് പാടി. എൻ്റെ പൊന്നെ, ഒരു പ്രത്യേക വൈബ്, ഒരു പ്രത്യേക മൂഡിൽ എത്തിച്ചെന്ന് വേണം പറയാൻ. കാര്യം എന്ന് വെച്ചാൽ ആ പാട്ടിന്റെ സൃഷ്ടാവ് തന്നെ പാടുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലാണ്. കേട്ടോ? എന്താ വൈബല്ലേ. എന്തായാലും ഏറെ സന്തോഷകരമായ ഒരു കാഴ്ച. കാരണം ഈ പാട്ടറിയപ്പെട്ടെങ്കിലും അത് എഴുതിയത് അല്ലെങ്കിൽ അതിന്റെ സംഗീതം കൊടുത്ത ആ ഒരു വ്യക്തിയെ നമുക്കറിയില്ലായിരുന്നു. ശൂരനാട് ഹരികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ പാട്ട് ശരിക്കും പാടിയിരിക്കുന്നത്. അന്നത്തെ പടയണിവട്ടം ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ ആഗ്രഹപ്രകാരമൊക്കെയാണ് ഈ പാട്ടടങ്ങുന്ന ദേവീസ്തുതികൾ പുറത്തിറക്കിയതെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ ആ വേദിയിലേക്ക് കൊണ്ടുവന്നപ്പം എന്താ പറയുന്നത്, അത് ഒരുപാട് നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാഴ്ച തന്നെയാണ്. ഇതുപോലുള്ള വ്യക്തികളൊക്കെ അറിയപ്പെടുക തന്നെ വേണം.